അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദിലെ 3 പണ്ഡിതന്മാര് ഒരു വട്ടമേശക്ക് അപ്പുറത്തുപ്പുറത്തൊക്കെ ഇരുന്നിട്ട് വളരെ നിലവാരം കുറഞ്ഞ രീതിക്ക് സംസാരിക്കുക. അവരുടെ പരിപാടിന്റെ പേര് തന്നെ പ്രൂഫ് പറയുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ പറയുന്നത് അധികം വിഡ്ഢിത്തവും തെറ്റിദ്ധരിപ്പിക്കലുകളും ദുർവ്യാഖ്യാനങ്ങളൊക്കെയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കേരളക്കര കണ്ട ആദർശ പ്രഭാഷണ രംഗത്ത് തുല്യതയില്ലാത്ത നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഉസ്താദിന് ആദർശ വ്യതിയാനം സംഭവിച്ചത്രേ. പണ്ട് പറഞ്ഞതല്ല ഇപ്പൊ പറയണതെന്നൊക്കെയാണ് അവര് പറയണത്. അവര് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്ക്, എന്താ പറയണത് നോക്കാം. നമുക്ക് 3 ആൾക്കാരെ വട്ടം കൂടി ക്ലിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാട്ടോ. ഉസ്താദിന്റെ വാക്ക്. ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. മുസ്ലിം വളരെ വ്യക്തമാണ്. സമസ്ത ഇതുവരെ പറഞ്ഞു വന്നിരുന്ന നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം തന്നെയല്ലേ പേരോടിന്റെ ഈ സംസാരത്തിലൂടെ നമ്മൾ കാണുന്നത്? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് ഭയങ്കര മാറ്റം വന്നു. ഇതുവരെ പറഞ്ഞ നിലപാടുകളൊന്നും അല്ല എന്നാണ് പറയണത്. ഇവര് ഈ ക്ലിപ്പിട്ട സമയത്ത് എന്ത് ചെയ്തു? അതിന് കുറച്ചും കൂടി ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഉസ്താദ് വെറുതെ ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പറയുന്നതല്ല, അതെന്താന്നും കൂടി വിശദീകരിക്കുന്നുണ്ട്. അത് അവർ കട്ട് ചെയ്തിട്ടാണ് അവിടെ ഇട്ടിട്ടുള്ളത്. പഠിക്കുന്നതാണ്. പ്രവൃത്തിയോടുകൂടിയാണ് കഴിവ്, അല്ലാതെ നേരത്തെ കഴിവല്ല. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ വസിയ്യത്തിൽ പറഞ്ഞു, പ്രവൃത്തിയുടെ മുമ്പുമല്ല ശേഷവുമല്ല, മറിച്ച് പ്രവൃത്തിയോടനുബന്ധിച്ചാണ് അല്ലാഹു തആല ആ കാര്യം ഉദ്ദേശിക്കാൻ തന്നെ കഴിവ് കൊടുക്കുന്നത്. ഈ ഉദ്ദേശത്തിനാണ് കസ്ബ് ഇഖ്തിയാർ എന്ന് പറയുന്നത് എന്ന് ഇമാം സനൂസി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പറഞ്ഞു. കഴിവ് എന്ന് പറയുന്നത് അത് നേരത്തെ കൊടുത്തു വെക്കപ്പെട്ടതല്ല. അത് മുഅ്തസിലിയാക്കളുടെ ഒക്കെ വാദങ്ങളാണ്. കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിക്കനുസൃതമായിട്ടാണ് കഴിവുകളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് ഉസ്താദ് അവറുകൾ പറഞ്ഞു വെച്ചത്. ഇനി ഇവർ പറയുന്നത് എന്താണ്? ഇത് സമസ്തയുടെ നേരത്തെയുള്ള ആശയമല്ല, പുതിയ ആശയമാണ്, നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു ആശയമാണ് എന്ന് വരുത്തി തീർത്ത് സമസ്തക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഈ വട്ടമേശ സമ്മേളനത്തിലൂടെ ഈ 3 മൗലവിമാർ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെയും സുലൈമാൻ ഉസ്താദിന്റെ ഒക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്. അതും കൂടി ഏതായാലും ഒന്ന് കേട്ടോ. രേഖകൾ കൊണ്ട് തെളിഞ്ഞതാണ്. അപ്പൊ നൽകിയ കഴിവ് ഉണ്ടെന്നാണ് പൊന്മള ഈ കിതാബിലൂടെ എന്ത് ചെയ്യണത്? പൊന്മള സമർത്ഥിക്കണത്. ഇനി അതേപോലെ തന്നെ പിന്നെ എന്താണ് കൊടുത്ത കഴിവ് എന്ന് മരണത്തോടെ മുറിഞ്ഞു പോകുന്നില്ല. അതവർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന നിലക്ക് തന്നെ ഇതേ പുസ്തകത്തിൽ പറയുന്നു. ആയത്ത് സുലൈമാൻ സഖാഫിന്റെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് കഴിവ് കൊടുത്തു എന്നുള്ളത്. പിന്നെ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥം നടത്തുന്നത് ബഹുദൈവാരാധന ഷിർക്കാണെന്ന ഇസ്തിഗാസ വിരോധികളുടെ വാദത്തിന് ഖുർആൻ, സുന്നത്ത്, മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഅ് തുടങ്ങിയവയിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഇപ്പൊ കേട്ടല്ലോ, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദും കൊടുത്ത കഴിവ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ സഖാഫി ഉസ്താദും കൊടുത്ത കഴിവ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സുലൈമാൻ ഉസ്താദിന് കിതാബ് വായിച്ചു കൊടുത്ത് ആ വായിച്ച സ്ഥലത്തൊന്നും എന്തില്ല ഈ കൊടുത്ത കഴിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പറയുന്നത് കേൾക്കുന്നുമില്ല. അങ്ങനെ അവരങ്ങനെ ഉണ്ടാക്കുന്ന അവർക്ക് പിന്നെ അങ്ങനത്തെ മടിയൊന്നുമില്ലല്ലോ. എന്തും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെങ്ങനെ ഉണ്ടാക്കിക്കോളും. കൊടുത്ത കഴിവ് എന്ന് അവർ വായിച്ചതിൽ എന്തായിട്ടില്ല, അവിടെ പ്രതിപാദിച്ചില്ല. മറ്റൊരു വിഷയമാണ് അവിടെ പറയുന്നില്ല. എന്തോ ആവട്ടെ, ഇപ്പൊ നമ്മുടെ വിഷയം എന്താണ്? ഈ കൊടുത്ത കഴിവ് എന്ന് പറയുന്ന സംഗതി അത് നേരത്തെ ഉണ്ടായിരുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. പൊന്മുള ഉസ്താദും സുലൈമാൻ ഉസ്താദും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പേരോട് ഉസ്താദ് ആ വിഷയം മാറ്റി കൊടുത്ത കഴിവ് എന്ന് പറയേണ്ടതില്ല, കൊടുക്കുന്ന കഴിവ്, കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ്, പിന്നെ അൽ ഇസ്തിതാഅതു മഅൽ ഫിഅലി എന്നൊക്കെ പറയുന്ന ആശയം ഇപ്പൊ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ഉള്ള ആശയം തന്നെയാണ്. പേരോട് ഉസ്താദിനോ പൊന്മുള ഉസ്താദിനോ സുലൈമാൻ ഉസ്താദിനോ ഒന്നും മാറ്റം വന്നിട്ടില്ല. ഇതൊക്കെ നേരത്തെ നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഷറഹുൽ അഖായിദ് വായിച്ചത്.
ഇവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്കൊക്കെ അറിയാം. ഷറഹുൽ അഖായിദ് എന്ന് പറയുന്ന ഗ്രന്ഥം ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ വാദമൊന്നുമല്ല, നേരത്തെ ഉള്ളതാണ് പേരോട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ പേരോട് ഇങ്ങനെ ഒരു വിശദീകരിച്ചത് പറയാനുള്ള കാരണം? അതിനൊരു കാരണം കൂടിയുണ്ട്. സംഗതിയൊക്കെ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാലും ആ സമയത്ത് അപ്പോൾ അള്ളാഹു തആല പടക്കുകയാണ് എന്ന് തന്നെയാണ് അർത്ഥം. അത് പേരോട് ഉസ്താദ് പറഞ്ഞാലും പൊന്മുള ഉസ്താദ് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനർത്ഥം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമുക്കത് വിശദീകരിച്ച് പറയേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അത് കാരണം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കള്ളത്തൊരീക്കത്തുകാരനായ കുരുവട്ടൂരി നൗഷാദ് എന്ന് പറയുന്ന ഒരാള് ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങളുമായി ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ പ്രസംഗിക്കാനും അത് പബ്ലിക്കായിട്ട് പറയാനൊക്കെ തുടങ്ങി. പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ അധികാരം അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയും, ഇത് നമ്മുടെ കൊടുതിയാണ്, നമ്മൾ തരുന്നതാണ്, ഇനി നിങ്ങൾക്കാണ് അതിന്റെ അധികാരം. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം എന്ന് അല്ലാഹു പറയൂല. നമ്മളിപ്പോ ഒരു മൊബൈല് ഒരാൾക്ക് കൊടുത്താ പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യണം, അതിനെങ്ങനെ നിയന്ത്രിക്കണം, അതാ കൊടുക്കപ്പെട്ട ആളല്ലേ തീരുമാനിക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞാലും അത് ഓണാക്കാനോ ഓഫാക്കാനോ നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതെന്ത് കൊടുത്തിയാണ്? സാധാരണ ഒരു കാര്യം തന്നെ അതല്ലേ. നോക്കൂ, ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുകയും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. കൊടുത്ത കഴിവ് എന്ന് തന്നെയാണ് എല്ലാ കാലത്തും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഡിഫൈൻ ചെയ്യുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കൊടുത്ത കഴിവ് എന്ന് പണ്ട് പറഞ്ഞാൽ പോലും അന്നും അൽ ഇസ്തിതാഅത്തു മഅൽ ഫിഅലി എന്ന് ഷറഹുൽ അഖായിദ പഠിച്ച അത് അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ. അവർക്ക് ആർക്കും അതിൽ എതിരഭിപ്രായമില്ല. കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാലും ഈ അർത്ഥത്തിനാണ് ഇത് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. പിന്നെ അന്ന് ഇത്തരത്തിൽ നമുക്കത് വിശദീകരിക്കേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും അറിയുകയും തെറ്റിദ്ധരിക്കപ്പെടാത്തൊരു സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുകയും ആ തെറ്റിദ്ധരിപ്പിച്ചതിനെ എടുത്തുകൊണ്ടുവന്ന് വഹാബികൾ പോലും അത് വക്രീകരിച്ച് ആളുകളെ വസ്വാസ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായി വിശദീകരിക്കൽ ആവശ്യമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകൾ വിശദീകരിച്ച് ആ വിഷയങ്ങൾ പറഞ്ഞത്. അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ യാതൊരു തർക്കവുമില്ല. അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. ഏതായാലും ആ പരിപ്പ് വേവുമെന്ന് വിചാരിച്ചിട്ട് ആരും എന്താവേണ്ടതില്ല, വയറിളക്കി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നോക്ക്, ഇപ്പോ മന്ത്രിമാർ, നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിമാരുണ്ടല്ലോ, മന്ത്രിമാർക്കാണ് ഈ രാജ്യത്തിന്റെ അധികാരം എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയന്ത്രണമൊക്കെ മന്ത്രിമാർക്കാണ് എന്ന് നമ്മൾ പറയുകയാണെന്നൊക്കെ. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ കീഴിൽ വരുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകപ്പെടുന്ന രൂപത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ആർക്കുണ്ടാവുക? മന്ത്രിമാർക്കുണ്ടാവുക. അപ്പൊ നമ്മള് മന്ത്രിമാർക്കാണ് ഈ രാജ്യത്തിന്റെ നിയന്ത്രണം എന്ന് ഒറ്റ മുത്തലക്കായി ഒരു ഉപാധിയൊന്നും കൂടാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസികൾ മനസ്സിലാക്കുക, അള്ളാഹുവാണ് ഈ മന്ത്രിയെ പോലും നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയും. ഇനി ഈ കുരുവട്ടൂരി നൗഷാദിനെ പോലെയുള്ള അല്ലെങ്കിൽ കള്ളത്തുരീക്കത്തുകാരെ പോലുള്ള അല്ലെങ്കിൽ വഹാബികളെ പോലുള്ള ആളുകൾ ഈ ഒരു വിഷയത്തെ സിമ്പിളായി മനസ്സിലാക്കി പോന്നിരുന്ന ഒരു വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇവര് പറയാണ്, നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ മന്ത്രിമാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിവുണ്ട്, അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവിന് യാതൊരു ഇടപെടലും ഇവിടെ ഇല്ല എന്ന് അവര് പ്രചരിപ്പിക്കുകയും അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും യുക്തിവാദം കൊടികുത്തുകയെന്നൊരു കാലഘട്ടമാണല്ലോ ഇപ്പോ. അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കാനൊക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിശദീകരിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ എല്ലാത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിനാണ് എന്നും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ രാജ്യവും നാടും ഒക്കെ ഉള്ളതെന്നും മന്ത്രിമാരെ പോലും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നിങ്ങനെ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ഈ ഒരു വിഷയത്തെ ക്ലിപ്പാക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ ആദ്യം പറഞ്ഞത് മന്ത്രിമാർക്കാണ് നിയന്ത്രണം എന്നാണ് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പറയുന്ന അള്ളാഹുവിനാണ് നിയന്ത്രണം, നിങ്ങൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി കീഴ്ശ്ശേരി എന്ന് പറയുന്ന വിശ്രുത പണ്ഡിതൻ ഈ വിഷയത്തെക്കുറിച്ച് ജൗഹറത്ത് തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവിടുന്ന് 8 വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ഉസ്താദ് അവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നേരത്തെ തന്നെ നമ്മളിതൊക്കെ പഠിപ്പിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്ത സംഗതി തന്നെയാണ് എന്നാണ്. അതിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കാം. ഒരല്പം ക്ലിപ്പ്. അള്ളാഹു സൃഷ്ടിക്കുന്നു. അള്ളാഹു നേരത്തെ ആർക്കും കൊടുത്തു വെക്കാറില്ല. ഈ സന്ദർഭത്തിൽ പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ കൊടുക്കുകയാണ്. ശറഅ ഖായിദയിലൊക്കെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാ ഖുദ്റത ഖബല അൽ ഫീരി,
ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്കും ഒരു കുതിർത്തുമില്ല. എന്നാൽ അവൻ എന്തുണ്ടാവാം, അതിന്റെ മുമ്പ് അവന് ഇസ്തിതാഅത്ത് ഉണ്ടാവാം. ഇസ്തിതാഅത്ത് എന്ന് പറഞ്ഞാൽ സലാമത്തുൽ അഅ്ളാം എന്ന പ്രവർത്തിക്കാൻ അള്ളാഹു തന്ന ശരീര അവയവങ്ങൾ സുരക്ഷിതമായിരിക്കുക. ഈ അർത്ഥത്തിലുള്ള സലാമത്തുൽ അഅ്ളാം എന്ന അർത്ഥത്തിലുള്ള ഇസ്തിതാഅത്ത് ഉണ്ടാവാം. കുതിർത്ത് എന്ന അർത്ഥത്തിന് പ്രവൃത്തിയുടെ മുമ്പില്ല, മറിച്ച് ഇവൻ ഉദ്ദേശപൂർവം ഈ കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ അവയവങ്ങളെ കൊണ്ടിട്ട് മുതിരുമ്പോൾ അപ്പോൾ അള്ളാഹു തആല കൊടുക്കുകയാണ് കഴിവ്. അതാണ് അള്ളാഹു തആല ഹൽക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ആ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ കൊടുക്കുകയാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചപ്പോൾ അള്ളാഹു വിശപ്പ് മാറ്റുക എന്നതിനെ സൃഷ്ടിച്ചതാണ്. വിശപ്പ് മാറ്റിയത് ഭക്ഷണം കൊണ്ടല്ല, ഭക്ഷണം കഴിച്ചത് കാരണവുമല്ല. ഭക്ഷണമല്ല വിശപ്പ് മാറ്റിയത്, വെള്ളമല്ല ദാഹം മാറ്റിയത്, വെള്ളം കഴിച്ചത് കൊണ്ടല്ല ദാഹം മാറിയത്, ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല വിശപ്പ് മാറിയത്, മറിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ അള്ളാഹു വിശപ്പ് മാറ്റി, വെള്ളം കുടിച്ചപ്പോൾ അള്ളാഹു ദാഹം മാറ്റി. ഇങ്ങനെയാ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫറാവും. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ചെയ്യാണ് എന്ന് വിശ്വസിച്ചാൽ മുബ്തദിയാവും. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിച്ചാലേ സുന്നിയാവുള്ളൂ. ഇനിയൊരു രസം, ഈ വട്ടമേശ സമ്മേളനത്തില് വളരെ കോമഡി ആയിട്ട് തീരെ ബുദ്ധിയില്ലാതെ സംസാരിക്കുകയാണെന്ന് തോന്നും. അതിലുള്ള ഒരു മാലിക് സലഫി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അയാൾ പറയണതൊന്ന് കേട്ട് നോക്കുക. അയാൾ എന്താ പറയണത്? അയാൾ ഈ വിഷയമൊക്കെ എടുത്തു വെച്ചിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പൊട്ടത്തരം പറയുന്നില്ല. അതും കൂടി ഇയാൾ ഉറൂസിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അപ്പൊ ഈ എന്തിനാണ് ഈ ഉറൂസിൽ പ്രസംഗിക്കാൻ പിന്നെ ഈ പേരോട് തന്നെ കൊണ്ടുവരുന്നത്? അതെ, നോട്ടീസ് അടിച്ചത് ആ പേരോട് മുസ്ലിം പ്രസംഗിക്കുന്നു. അപ്പോ പേരോട് മുസ്ലിയാർക്ക് മൈക്കന്റെ മുമ്പിൽ എത്തിയിട്ട് കഴിവ് കിട്ടിയിട്ട് വേണം പ്രസംഗിക്കാൻ. അത് പേരോടിന് മാത്രം പ്രസംഗിക്കാനുള്ള കഴിവ് കൊടുക്കുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റുമോ? ഏത് പിന്നെ ഒരു മത്തി കച്ചവടക്കാരനോ ആർക്കും പോയി ആരെങ്കിലും പോയി നിന്നാല് അപ്പഴ കൈവിട്ടാണെങ്കിൽ അപ്പോൾ കൈവിട്ടിയ പ്രസംഗിക്കൂലേ? ഒരാൾ വിഡിത്തം പറയാനും മറ്റു രണ്ടുപേരും അതിനെ സാക്ഷ്യപ്പെടുത്താനും നല്ല രസമുണ്ട്. ഒരു മാലിക് സലഫിനോട് പറയാനുള്ളത്, നിങ്ങൾ മത്തി വെക്കാൻ പോലെ തന്നെയാണ് നല്ലത്. കാരണം മത്തി വെക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഇൽമുകൾ കിട്ടും എന്നൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇവര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? ഇവര് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ, ബുദ്ധിയില്ലാതായിട്ട് അഭിനയിക്കുകയാണോ, അതോ ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ എന്നൊന്നും മനസ്സിലാവണില്ല. എന്തായിരുന്നല്ലോ, നമുക്ക് വിഷയം പറയാം. ഒരു പേരോട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പേരോട് ഉസ്താദ് എന്തിനാ ഉറൂസിൽ പ്രസംഗിക്കാൻ വരുന്നത്? മത്തിക്കച്ചവടക്കാരൻ വന്നാൽ പോരാ, അയാൾക്കും പേരോട് ഉസ്താദ് ഒരേപോലെ തന്നെ അല്ലേ എന്നാണ് ഇയാൾ പറയുന്നത്. ഇവിടെ നമ്മൾ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പേരോട് ഉസ്താദ് എന്ന് പറയുന്ന ആൾ കസ്ബ് ഇഖ്തിയാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇൽമ സമ്പാദിച്ചിട്ടുണ്ട്. ഇൽമ പഠിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? നിൽക്കുകയും മുതിരുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന് ധാരാളം ഇൽമുകൾ കിട്ടി. അത് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ്. കിതാബുകൾ നോക്കി, ഉസ്താദുമാരുടെ അടുക്കൽ പോയി അധ്വാനിച്ചു, ചെറുപ്പകാലം മുഴുവനും കിതാബുകൾ മുതാല ചെയ്ത് പഠിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൽമ കിട്ടിയത്. ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്താകുന്നത്? പ്രസംഗിക്കുന്നത്. അത് അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയതല്ല. ഗർഭപാത്രത്തിലെ അദ്ദേഹത്തിന് നേരിട്ട് ഇൽമ അല്ലാഹു തആല കൊടുത്തു വെച്ചതല്ല. അദ്ദേഹം കസ്ബിലൂടെ നേടിയെടുത്ത കാര്യമാണ് അത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതിനനുസരിച്ചാണ് ഉസ്താദ് അവர்கள் പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുമ്പോൾ ഇതിനുവേണ്ടി പര്യാപ്തമാക്കപ്പെട്ട ഉസ്താദിന് അപ്പോൾ അല്ലാഹു തആല എന്താവുന്നു? ആ കഴിവുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിനുള്ള പ്രകൃതി ഉസ്താദ് അവர்கள் നേരത്തെ സലാമത്തുൽ അഅ്ല ഉണ്ടായി. ഉസ്താദിന്റെ മനസ്സിലേക്ക് ഇൽമുകൾ ധാരാളം വന്നു. അതിനുവേണ്ടി ഉസ്താദ് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇൽമു കിട്ടി. അതുകൊണ്ട് ഉസ്താദ് പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുമ്പോഴും ഓരോ കഴിവുകളും സംസാരിക്കുമ്പോൾ അപ്പോൾ അല്ലാഹു തആല അതിങ്ങനെ പടച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനം പടച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. നേരെ മറിച്ച് മത്തിക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഇൽമു പഠിക്കുക എന്ന് പറയുന്ന കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇൽമു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് മത്തിക്കച്ചവടക്കാരന്റെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ അവന്റെ ഇഖ്തിയാറുകൾക്കനുസരിച്ചുള്ള അവനക്കുള്ള കഴിവുകളാണ് അല്ലാഹു തആല അപ്പോൾ പടച്ചു കൊടുക്കുക. നേരെ മറിച്ച് ആലിമിനോട് അനുസൃതമായ കഴിവുകളാണ് അല്ലാഹു തആല പടച്ചു കൊടുക്കുക. കണ്ണുപൊട്ടന്റേതായ രൂപത്തിലുള്ള കഴിവുകളാണ് അല്ലാഹു തആല പടച്ചു കൊടുക്കുക. കൈകാലുകൾക്ക് സ്വാധീനമുള്ളവന് ആ രൂപത്തിലുള്ള കഴിവുകളാണ് അല്ലാഹു തആല പടച്ചു കൊടുക്കുക. ഇതാണ് നോർമലായി ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും അറിയാതെ കറകളഞ്ഞ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കാതെ ആലിമീങ്ങളെ വാക്കുകളെടുത്ത് ദുർവ്യാഖ്യാനിക്കുകയും കള്ളത്തൊരീക്കത്തുകാർക്ക് വളമിട്ട് കൊടുക്കുകയും ഈ കള്ളത്തൊരീക്കത്തുകാർ തിരിച്ചും വളമിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വഹാബി കള്ളത്തൊരീക്കത്ത് കോംപ്രമൈസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുകയും എന്ന് നമ്മൾ മനസ്സിലാക്കുക.